ഹലോ മീഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു? പഠനം ഏതുവരെയൊക്കെയായി? ഇന്നൊരു സ്റ്റഡി വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തത് 10 മണിക്കാണ്. ഇന്ന് ഫുൾ ഡേ സ്റ്റഡി വ്ളോഗാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. രാവിലെ ഒന്നും എണീറ്റ് ഞാനിന്ന് പഠിച്ചില്ല. 10 മണിക്കാണ് ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 10 മണി, ഏകദേശം 10 മണി ആകാനായപ്പോഴത്തേക്കും പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ച കഴിഞ്ഞൊക്കെയുള്ള ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. അതുപോലെ തന്നെ അതിനെക്കാട്ടുപരി മോള് ഉറങ്ങി. മോൾ ഉറങ്ങിയത് കൊണ്ട് തന്നെ നേരത്തെ പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മോള് ഒത്തിരി രാവിലെ ഇന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 10 മണി ആയപ്പോഴത്തേക്ക് അവൾ ഉറങ്ങി. കുറച്ച് സമയം ഉറങ്ങും, കാരണം രാവിലെ എണീറ്റത് കൊണ്ട് കുറച്ച് സമയം ഉറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സമയത്ത് നല്ലോണം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന്. മക്കൾ ഉറങ്ങുന്ന സമയം നല്ലോണം ഉപയോഗപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ അവർ എണീറ്റിരിക്കുമ്പോൾ അവരെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഒട്ടും വൈകിക്കാതെ പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യം തന്നെ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ടു ഡു ലിസ്റ്റ് ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ദിവസമൊക്കെ എനിക്ക് പെൻഡിങ് ആവാറുണ്ട്. ഇന്ന് നല്ല രീതിയിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയായിരുന്നു കേട്ടോ ഞാനിരുന്നത്. രാവിലെ ഞാനൊരു ഗ്ലാസ് ചായ കുടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇന്ന് നോൺ ജി കെ ആയിട്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയാണ് എഴുതിയത്. അപ്പോൾ ആദ്യം ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനത് വായിച്ച് നോക്കിയതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാനത് റഫായിട്ട് എഴുതി നോക്കുന്നുണ്ട്. റഫായിട്ട് എഴുതി നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ തുടരാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഇത് എഴുതിയതിന് ശേഷം അടുത്ത ടോപ്പിക്ക് നോക്കണം. അതിനുശേഷം ഞാൻ കണക്കായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫോണിൽ തന്നെയാണ് കണക്കിൻ്റെയും ഞാൻ യൂട്യൂബ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് ടൈമായി. ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് PYQ ആണ് നോക്കിയത്. ഈ PYQ ബുക്കൊന്നും ഇടയ്ക്ക് തുറന്ന് നോക്കാറില്ല. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും അത് നോക്കണം എന്ന് വിചാരിച്ചു. ഇതും കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഏത് രീതിയിലാണ് വരുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അതൊക്കെ പഠിച്ചതിന് ശേഷം അപ്പോഴത്തേക്കും വൈകുന്നേരമായി. എൻ്റെ ഇടയ്ക്ക് പിന്നെ മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ പരിപാടികളുണ്ടായിരുന്നു. പാല് വാങ്ങൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ച് കുളിക്കൽ. പിന്നെ വൈകുന്നേരം മക്കൾ വരുമ്പോഴത്തേക്ക് അവർ ഓരോ ഡിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് അതുണ്ടാക്കി, അമേരിക്കൻ ചോപ്സാണ്, അതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ 7:30ക്കാണ് പഠിക്കാനിരുന്നത്. മക്കൾ വന്നിട്ട് പിന്നെ അവരെ പഠിപ്പിക്കാൻ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോയി. ഇപ്പം ഞാൻ നോക്കുന്നത് മലയാള റിവിഷനാണ്. ഇന്നത്തെ ടോപ്പിക്കായിട്ട് പര്യായമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പര്യായത്തിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനൽ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ കുറച്ച് നേരം 7:30ക്ക് ഇരുന്നെങ്കിലും എന്നെ മോള് പഠിക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവളിങ്ങനെ ബുക്ക് പിടിച്ചു വാങ്ങും. പിന്നെ ഞാൻ വെച്ചാൽ അവളെ ഉറക്കിയിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് ഞാൻ വിചാരിച്ചു. അല്ലെങ്കിൽ മോൾക്ക് ബുക്കും പേനയൊക്കെ കൊടുത്താലും നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ആക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ മോൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. മോൾ ഏകദേശം 9 മണിയായപ്പോഴത്തേക്കും ഉറങ്ങി. പിന്നെ ഞാൻ ഇനി വിചാരിച്ചു എനിക്ക് എത്രത്തോളം ഉറക്കം വരുന്നോ അത്ര ടൈം വരെ ഇരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഉറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പം മാക്സിമം ഞാൻ ഉറക്കത്തിനൊക്കെ പിടിച്ച് വെച്ചിട്ട് ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ പോകാനാണ് വിചാരിക്കുന്നത്. കാരണം ഇനി കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ. മെയ്യിലൊക്കെ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കൺഫർമേഷനൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ കുറച്ചുകൂടെ ടെൻഷനായി എന്നുള്ളത് നേരെ തന്നെയാണ്. ഇനിയും നമ്മളല്ല എന്നെപ്പോലെയുള്ള ചിലരെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാത്തവരുണ്ടാകും കേട്ടോ. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ രാത്രി ഉറക്കം ഭയങ്കര പ്രശ്നമാണ്. ഉറക്കത്തിന് മുന്നിൽ ഞാൻ അടി തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ എനിക്ക് എത്രത്തോളം ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രയും കൺട്രോൾ ചെയ്തിട്ട് ഇരിക്കാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെയാണ്. ഒന്നും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ഉറക്കം വരുന്നുണ്ടെങ്കിലും ഞാനതൊക്കെ കൺട്രോൾ ചെയ്ത് ഇരിക്കുകയാണ്. ഞാൻ നോക്കുന്നത് ഇപ്പോൾ SCERT ആട്ടോ. അപ്പോൾ SCERT 10 പേജസ് വെച്ചും കൂടെ നോക്കി പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 10 പേജസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അതും കൂടെ ഞാൻ ഓടിച്ച് പോകലുണ്ട്.
അപ്പോൾ അത് ഞാൻ പഠിക്കുകയാണ്. അപ്പം ഇതിൽ നോക്കുന്നത് ജോഗ്രഫീൻ്റെ ബേസിക്സ് ഓഫ് ജോഗ്രഫി ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ബേസിക്സ് ഓഫ് ജോഗ്രഫി SCERT തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. റാങ്ക് ഫയലിൽ നോക്കിക്കൊണ്ടിരുന്നാലും ഇത് നോക്കാമെന്ന് വെച്ചു. കാരണം എൻ്റെ അടുത്ത് ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ അല്ല ഉള്ളത്, LDC മീൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഇത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം 10:45 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. 11 മണി ഒക്കെ ആയി. അടുത്ത CA പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CA പഠിക്കുകയല്ല, CA നോട്ട്സ് പ്രിപ്പറേഷനാണ്. കാരണം എനിക്ക് CA ഭയങ്കര പെൻഡിങ്ങാണ്. CA കുറേ നോട്ട് എനിക്ക് എഴുതി തീർക്കാനുണ്ട്. പിന്നെ അപ്പോൾ അത് ഇനി എഴുതി തീർത്തില്ലെങ്കിൽ CA പഠിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ തന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. കാരണം ആ നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടുള്ള എക്സാമിനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഒരു മന്ത് പെൻഡിങ്ങിലുള്ള ഒരു മന്ത് എടുത്തിട്ട് ആ മന്ത് ഫുള്ളിന്ന് ഒരു മന്ത് ഫുൾ കംപ്ലീറ്റ് എഴുതിയിട്ട് എഴുതാമെന്നാണ് വിചാരിക്കുന്നത്. മലയാളത്തിനും CAയ്ക്കും പിന്നെ ഇതിന് രണ്ടിനും മെയിനായിട്ട് ഞാൻ ടെലഗ്രാം ചാനൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ മുൻപിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CA ഞാൻ റാൻഡമായിട്ട് നോക്കുന്നത്. ഇപ്പം വെക്കാസ്പീഡിയ എന്ന് പറയുന്ന ആ ചാനലിൻ്റെ CA ആണ് ഞാൻ എഴുതിയെടുക്കുന്നത്. അപ്പോൾ CA എഴുതുമ്പോൾ എനിക്ക് തന്നെ ചിലത് ഇതൊക്കെ ആവശ്യം വരുമോ എന്ന് തോന്നാറുണ്ട്. കാരണം നമ്മൾ മുന്നുള്ള എഴുതിയ എക്സാമിൽ തന്നെ നമുക്ക് പരിചയമുണ്ടല്ലോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്ന് കാണില്ല. എന്നാൽ ചില ഇപ്പോൾ എക്സാമ്പിൾസ് പറയുന്ന പദ്ധതികൾ, പിന്നെന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇത് വരും, എന്താണെങ്കിലും വരും. അങ്ങനെയുള്ളത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. കാരണം അഥവാ വല്ല ടൈം കുറവാ എനിക്ക് CA ഒക്കെ നോക്കാൻ, എനിക്ക് പറയാൻ പറ്റില്ല. എക്സാം ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും നോക്കത്തുള്ളൂ. ലാസ്റ്റായിട്ട് ഞാൻ മൊത്തത്തിലൊരു നോട്ടം. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്ന എനിക്ക് എടുത്തെടുത്ത് നോക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ കുറേ അങ്ങനെയുള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. CA തന്നെയായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ് കേട്ടോ. എനിക്ക് 12 മണി വരെയാണ് ഭയങ്കരമായിട്ട് ഉറക്കം വരുള്ളൂ. ശരിക്കും 12 മണിക്ക് ശേഷം എനിക്ക് ഉറക്കം വരികയില്ല. ഞാനിത് എപ്പോൾ അങ്ങനെ ഇതിന് മുന്നേ ഉറക്കളച്ച് പഠിക്കാനിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ 12 മണി വരെ പിടിച്ച് നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാക്കി ഇനി എനിക്ക് നോക്കാനുണ്ടായിരുന്നത് ക്വസ്റ്റ്യൻ ടാഗായിരുന്നു, ഇംഗ്ലീഷായിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ് ഇതൊക്കെ ഓൾറെഡി ഒന്ന് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നാറുമുണ്ട്. അങ്ങനെ അത് നോക്കി 1 മന്ത് CAയും കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതെല്ലാം ടു ഡു ലിസ്റ്റിൽ ടിക്കിടുക. എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന നിമിഷവും ആണ്, ഇഷ്ടമുള്ള കാര്യവും അത് തന്നെയാണ്. അതും കൂടെ കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങുകയാണ് ചെയ്തത്.
ഏകദേശം 1:15 ആയപ്പോഴത്തേക്കും ഞാൻ അതും കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ ടാഗ് ഒന്ന് എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പം ടു ഡു ലിസ്റ്റ് ഇട്ട ടോപ്പിക്കിൽ റിവിഷൻ ഒഴികെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പഠിച്ചതെല്ലാം ഒന്ന് റിവിഷൻ നടത്തണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അതിനും കൂടെ ക്ഷമ എനിക്കില്ല. അല്ലെങ്കിൽ രാവിലെ ഞാൻ എണീക്കലുണ്ടാവില്ല. കാരണം 6 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എണീക്കുന്നതാണ്. 5 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.